നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. നീലേശ്വരം മുണ്ടേമാട് ദ്വീപ് കരയിടിച്ചിൽ ഭീഷണിയിൽ. അനധികൃത മണലെടുപ്പും റെയിൽവേ പാലങ്ങളുടെ എണ്ണം കൂടിയതുമാണ് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ദ്വീപിൽ കരയിടിച്ചിൽ രൂക്ഷമാക്കിയത്. കാസർഗോഡ് നീലേശ്വരം മുണ്ടേമാട് ദ്വീപിന്റെ വിസ്തൃതി ദിനംപ്രതി കുറഞ്ഞുവരികയാണ്. ദ്വീപിന്റെ 250 മീറ്റർ ഭാഗത്ത് മാത്രമാണ് സംരക്ഷണ ഭിത്തിയുള്ളത്. ശേഷിക്കുന്ന ഭാഗത്ത് കരയിടിച്ചിൽ രൂക്ഷമാണ്. ദ്വീപിന്റെ അരികുകൾ ഇടിയുന്നതിനോടൊപ്പം സമീപത്തെ വീടുകളും തകർച്ചയുടെ വക്കിലാണ്. അനധികൃതമായി നടക്കുന്ന മണലെടുപ്പ് തീരത്തോടടുത്ത ഭാഗത്ത് വർദ്ധിച്ചതായി ദ്വീപുവാസികൾ പറയുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് രൂക്ഷമായ കരയിടിച്ചൽ ഭീഷണി നേരിടുകയാണ്. ആ കരയിടിച്ചൽ ഭീഷണി തുടരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അനധികൃതമായിട്ട് പൂഴിവായിരുന്നു. ലൈസൻസും മറ്റു കാര്യങ്ങളും ഇല്ലാതെ 10-15ഓളം തോണികൾ ദിവസേന രാത്രിയെന്നോ പകലെന്നോ ഭേദമന്യേ പൂഴിവാരിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ദ്വീപ് നശിക്കാൻ കൂടുതൽ ഇടയായിക്കൊണ്ടിരിക്കുകയാണ്. ദ്വീപിന് കിഴക്കു ഭാഗത്തായി റെയിൽവേ പാലങ്ങളുടെ എണ്ണം 3ആയി വർദ്ധിച്ചതും തിരിച്ചടിയായി. പാലത്തിന്റെ തൂണുകൾക്കിടയിലൂടെ കുത്തിയൊലിച്ചു വരുന്ന വെള്ളം ശക്തിയായി അടിച്ചുകയറുന്നത് ദ്വീപിന്റെ മുനമ്പിലേക്കാണ്. ഇത് കരയിടിച്ചിലിന്റെ ആക്കം കൂട്ടുന്നു. മുമ്പ് പലതവണയും മണൽ കടത്താനെത്തുന്നവരെ നാട്ടുകാർ തന്നെ പിടികൂടിയിരുന്നു. ഇതോടെ കുറെ കാലത്തേക്ക് ഇല്ലാതായ മണലെടുപ്പാണ് വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. പല വീടുകളുടെയും ചുവരുകൾ വിണ്ടുകീറിയ നിലയിലാണ്. മണ്ണ് കുത്തിയൊലിച്ചു പോകാതിരിക്കാൻ ശേഷിക്കുന്ന ഭാഗങ്ങളും ഭിത്തികെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് 18 നീലേശ്വരം. ഇടമലക്കുടിയിലെ അംഗൻവാടിയും സ്കൂളും പ്രവർത്തിക്കുന്നത് മേൽക്കൂര തകർന്ന കെട്ടിടങ്ങളിൽ. സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ വനം വകുപ്പിന്റെ കെട്ടിടത്തിലാണ് ട്രൈബൽ സ്കൂളിന്റെ പ്രവർത്തനം. സമ്പൂർണ്ണ സാക്ഷരത എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ട്രൈബൽ സ്കൂളും അംഗൻവാടിയും ആരംഭിച്ചത്. സ്കൂളിന് സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ വനം വകുപ്പിന്റെ കീഴിലുള്ള കമ്മ്യൂണിറ്റി ഹാളിലാണ് പ്രവർത്തിക്കുന്നത്. മേൽക്കൂരയടക്കം തകർന്ന നിലയിലാണ് കെട്ടിടം. അംഗൻവാടി കെട്ടിടത്തിന്റെ അവസ്ഥ ഇതിലും ദയനീയമാണ്. വാതിലുകളും ജനലുകളും തകർന്നു. മേൽക്കൂര പൂർണ്ണമായും തകർന്നതോടെ പ്ലാസ്റ്റിക് വിരിച്ചിരിക്കുകയാണ്. ഈ സ്കൂൾ തകർന്ന് 3 വർഷം ഈ സ്കൂൾ തകർന്നു പോയി. 3 വർഷം പറഞ്ഞിട്ട് ഈ സ്കൂള് നല്ല ശരിയാക്കി കൊടുത്തില്ല. ഇപ്രാവശ്യം കൊച്ചുങ്ങൾക്ക് പഠിക്കാനായിട്ട് നല്ല ഈ സ്കൂൾ നന്നായിട്ട് കൊടുക്കണം. മഴക്കാലം ആരംഭിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അടുത്ത അധ്യയന വർഷത്തിലും കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുമെന്ന ആശങ്കയിലാണ് ഇടമലക്കുടി നിവാസികൾ. ന്യൂസ് 18 ഇടമലക്കുടി. ഇനി നാട്ടുവോട്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലാതെ എന്തിനു വോട്ട് ചെയ്യണമെന്ന ചിന്തയിലാണ് തിരുവനന്തപുരം കുറ്റിച്ചലിലെ ഗോത്രവർഗ്ഗക്കാർ. 27 സെറ്റിൽമെന്റുകളിലായി 400-ൽ പരം കുടുംബങ്ങളുള്ള ഇവിടുത്തെ ജനങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടും കഴിയുന്നവരാണ്. കുറ്റിച്ചൽ പഞ്ചായത്തിലെ ഗോത്രവർഗ്ഗക്കാരായ കാണിക്കാർ തങ്ങൾ നേരിടുന്ന അവഗണനയിൽ ശക്തമായ പ്രതിഷേധത്തിലാണ്. വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ കുടിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ഇവർ പരാതിപ്പെടുന്നു. കോട്ടൂരിൽ നിന്നും അഗസ്ത്യാവനത്തിലെ വിവിധ സെറ്റിൽമെന്റുകളിൽ എത്തണമെങ്കിൽ 15 കിലോമീറ്റർ ഗതാഗത സൗകര്യമില്ലാത്ത മൺറോഡുകളിലൂടെ യാത്ര ചെയ്യണം. പാറ്റാൻപാറ, അണക്കാൽ, തൊണ്ടംകല്ല് തുടങ്ങിയ സെറ്റിൽമെന്റുകളിൽ എത്തണമെങ്കിൽ 15 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും 5 കിലോമീറ്റർ കാൽനടയായി പോകണം. യാത്രാ ദുരിതം പലതവണ പരാതിയായി ഉന്നയിച്ചിട്ടും ജനപ്രതിനിധികൾ ഗൗരവമായി എടുക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇന്നത്തെ സർക്കാർ കാണിക്കാരന് ഒന്നും സൗകര്യത്തിൽ തന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഈ സൗകര്യം തന്നുകൊണ്ടിരിക്കുന്നതിൽ ഒരു നേട്ടവും ഒരു നന്നാകവും ഇന്നായി വരെ നടക്കുന്നത് കാണുന്നത് വളരെ ചുരുക്കമാണ്. വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ മേഖലയിൽ അത് തടയാനും മാർഗങ്ങളില്ല. കുടിവെള്ളമില്ലാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ലഭ്യമാക്കാത്ത ഇവിടേക്ക് ആരും വോട്ട് ചോദിച്ച് എത്തേണ്ടെന്നാണ് കുടിനിവാസികൾ പറയുന്നത്. ന്യൂസ് 18 കുറ്റിച്ചൽ. കനത്ത ചൂടിൽ കുടിവെള്ളത്തിനായി ദാഹിച്ച് പാലക്കാട്ടെ അതിർത്തി ഗ്രാമങ്ങൾ. പുഴകളിലും അരുവികളിലും നീരൊഴുക്ക് നിലച്ചതോടെ മണലിൽ കുഴികുത്തിയുണ്ടാക്കുന്ന ഉറവയെ ആശ്രയിച്ചാണ് ഈ മേഖലയിലെ കുടുംബങ്ങൾ കുടിവെള്ളം കണ്ടെത്തുന്നത്. ഇത് വാളയാറിലെ വാദ്യാർച്ചള്ള മുട്ടണ ആദിവാസി ഊര്. നമ്മൾ കാണുന്ന ഈ ദൃശ്യം ഊര് നിവാസിയായ പാർവതിയും അവരുടെ മക്കളും മറ്റ് ഊര് നിവാസികളും വെള്ളത്തിനായി സമീപത്തെ അരുവിയിലേക്ക് നടക്കുന്നതാണ്. ചുട്ടുപൊള്ളിയ പാറയിലൂടെ നടന്ന് വറ്റിവരണ്ട അരുവിയിലെ മണലിന്റെ ചൂടറിഞ്ഞ് അവിടെ ഇവർ കുഴിച്ച കുഴിയിൽ ഉറവ പൊടിഞ്ഞുണ്ടായ കുറച്ചു വെള്ളം കോരിയെടുക്കാനാണ്.
കത്തിനിൽക്കുന്ന സൂര്യന്റെ ചൂടേൽക്കാതിരിക്കാൻ മക്കളെ അരുവിയുടെ സമീപത്തെ കുറ്റിച്ചെടിയുടെ തണലിൽ ഇരുത്തി പാർവതി കയ്യിലുള്ള കുടത്തിലേക്ക് വെള്ളം കോരിയൊഴിക്കുന്നു. ഒരു കുടം വെള്ളം നിറഞ്ഞപ്പോഴേ കുഴിയിലെ വെള്ളം കഴിഞ്ഞു. ഇനി ഏറെ നേരം കാത്തിരിക്കണം അടുത്ത കുടം നിറയ്ക്കാൻ. രാത്രിയാകും ഇങ്ങനെ വന്ന് വെള്ളത്തിനൊക്കെ കാത്തു കെട്ടിയിട്ട് ഇരുന്നിട്ട് എടുക്കുക തന്നെ. പിന്നെ വെള്ളം ഇല്ലാണ്ട് പിന്നെ അങ്ങ് പിന്നെ എന്ത് പണി ചെയ്യാൻ പറ്റും? എല്ലാ വേനലിലും ഇതാണ് അവസ്ഥ. ഇതിനിടെ നിരവധി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ആ സമയത്തെല്ലാം സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും വോട്ട് തേടി ഈ കോളനിയിൽ എത്തിയിട്ടുണ്ട്. അവരോടെല്ലാം ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. വോട്ട് ചെയ്യിക്കാൻ കോളനിയിലെ കിടപ്പ് രോഗികളെ വരെ വണ്ടിയിൽ കയറ്റി പോളിംഗ് ബൂത്തിലെത്തിച്ചവർ കുടിവെള്ള പ്രശ്നം മാത്രം കണ്ടില്ല. ഞങ്ങൾ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആരും ഒരു ഇതും ചെയ്തു തരണില്ല. ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങളുടെ ഇതോടെ ശരി. അവര് ഇലക്ഷൻ കഴിഞ്ഞു വെച്ചാൽ അവന്റെ കാര്യം കഴിഞ്ഞില്ല, മിണ്ടാതെ അവര് പോകും. വാളയാറിന് സമീപമുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം ഇതാണ് അവസ്ഥ. കൂലിപ്പണിക്ക് പോലും പോവാൻ കഴിയാതെ കുടിവെള്ളം കിട്ടാൻ നെട്ടോട്ടമോടുന്നു. ഉരുകിയൊലിക്കുന്ന വേനലിൽ ദാഹനീര് തേടിയുള്ള ജീവിത സമരത്തിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വോട്ട് തേടിയെത്തുന്ന സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഇവരുടെ കണ്ണുനീർ കാണാറില്ല. ക്യാമറാമാൻ KM പ്രീത്തിനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. മലപ്പുറം തിരുനാവായ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നു. പ്രദേശത്തെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. 2 മാസമായി പ്രദേശത്തെ പൈപ്പ് പൊട്ടിയിട്ട് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് തെരുവിലേക്ക് ഒഴുകുന്നത്. തിരുനാവായ ത്വരിത ഗ്രാമീണ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനാണ് പൊട്ടിയത്. ഇതോടെ പ്രദേശത്ത് കുടിവെള്ള വിതരണവും മുടങ്ങി. 2 മാസം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിനാൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. റെയിൽവേ പാലത്തിനടിയിലൂടെ പോകുന്ന പൈപ്പ് ലൈൻ ആയതിനാൽ നന്നാക്കാൻ റെയിൽവേയുടെ അനുമതി കൂടി വേണം. ഇത് 2 മാസത്തോളമായി തിരുനാവായ കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പ് ലൈന് റെയിൽവേൻ്റെ ഭാഗത്ത് പൊട്ടിയിട്ട് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 10ഓളം പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം എത്തിക്കേണ്ട ഒരു പദ്ധതിയാണ്. ഏകദേശം ഒരു 1 ലക്ഷം ലിറ്ററിൻ്റെ അടുത്ത് മേലെ വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി പരാതികളാണ് ഇതിനോടകം അധികൃതർക്ക് നൽകിയത്. പരിസ്ഥിതി സംഘടനയായ റീഎക്കോയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ച ജലദിനത്തിൽ സമരവും നടന്നിരുന്നു. 9 ഹെക്ടർ ഭൂമിയിൽ ഇന്ന് വർഷക്കാലത്തെ പോലെ വെള്ളം നിൽക്കുകയാണ്. വാട്ടർ അതോറിറ്റി അധികൃതർ ഇവിടെ വരികയും ഒരു JCB കൊണ്ടുവന്ന് കുറച്ച് മാന്തി എടുത്ത ശേഷം ഇത് റെയിൽവേ ഭൂമിയിലാണെന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് വെള്ളം ഇവിടെ നിന്ന് ദിനം പ്രതി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കടുത്ത വേനൽ ഈ വെള്ളം അധികൃതരുടെ അനാവസ്ഥയാണ് ഇതിന് കാരണം. കുറ്റിപ്പുറം, ആദവനാട്, മാറാക്കര പഞ്ചായത്തുകളിലും കഴിഞ്ഞ 3 ദിവസമായി കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് 18 തിരൂർ. കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കൊടിയത്തൂർ കണ്ടങ്ങൽ നിവാസികൾ. 4 വർഷം മുൻപ് പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ടാപ്പുകൾ ഫിറ്റ് ചെയ്തെങ്കിലും അധികൃതരുടെ അനാസ്ഥ മൂലം കുടിവെള്ളത്തിനായി ദൂരങ്ങൾ താണ്ടേണ്ട അവസ്ഥയാണ് ഇവിടത്തുകാർക്ക്. വേനൽ കനത്തതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് കണ്ടങ്ങൽ നിവാസികൾ. പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി 4 വർഷം മുൻപാണ് കണ്ടങ്ങൽ പാടത്ത് കിണർ കുഴിച്ചത്. 20ഓളം വീടുകളിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ടാപ്പുകളും ഫിറ്റ് ചെയ്തു. ഇതിനുശേഷം ഒരു തവണ മാത്രമാണ് പൈപ്പ് ലൈൻ വഴി വെള്ളം വന്നത്. ആ പഞ്ചായത്ത് കിണർ ഞങ്ങൾ പൈസ മുടക്കി മോട്ടർ വെച്ചാലേ ഞങ്ങൾക്ക് വെള്ളം കിട്ടൽ തുടങ്ങി. കുറേ ആയി ഇപ്പോൾ കിട്ടാതായിട്ട്. പഞ്ചായത്തിൽ പറഞ്ഞിട്ട് പോലും തരുന്നില്ല. ഞങ്ങൾ മെമ്പറോട് തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞു. തുടർന്ന് നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും പാലിച്ചില്ല. തെരഞ്ഞെടുപ്പിന് ഓല് വന്ന് വോട്ട് ചോദിച്ച ഓല് വെള്ളം തരണ്ടേന്ന് പറഞ്ഞ് ഓല് പോയി. ഓല പിന്നെ കണ്ടില്ല. പിന്നെ ഓല് 2ാം പ്രാവശ്യം പിന്നെയും വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന്. അന്ന് ഓല് പറഞ്ഞ എന്താ വോട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം ഇങ്ങക്കുള്ളതല്ല അങ്ങേ ഭാഗത്തുള്ള വെള്ളമാണ് ഇങ്ങൾക്ക് തരാൻ പറ്റൂലെന്ന്. അന്ന് എന്തിനാ പൈപ്പ് ഇട്ടീനേന്ന് ചോദിച്ചു. അന്നവൻ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിനാണ് പൈപ്പ് ഇട്ടതെന്ന്. വെള്ളം കിട്ടാതിരിക്കാൻ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് ലൈൻ മുറിച്ചു മാറ്റിയതായും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് 18 കൊടിയത്തൂർ. മൂന്നാറിലെ മുതിരപ്പുഴയാറിലേക്ക് അഴുകിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ നിക്ഷേപിക്കുന്നതായി പരാതി. സുജാത റിസോർട്ടിന് സമീപത്താണ് രാത്രിയുടെ മറവിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വ്യാപകമായി തള്ളുന്നത്.
മൂന്നാറിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാലിന്യ പ്രശ്നം തുടരുകയാണ്. മുതിരപ്പുഴയാറിനെ മാലിന്യമുക്തമാക്കാൻ നിരവധി പദ്ധതികൾ തയ്യാറാക്കി വരുമ്പോഴാണ് രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം സജീവമായിരിക്കുന്നത്. പഴയ മൂന്നാർ സുജാത ഇൻ റിസോർട്ടിന് സമീപത്തായാണ് മാലിന്യ നിക്ഷേപം. മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഇവിടെ പഞ്ചായത്ത് വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് ഉപയോഗിക്കാറില്ല. തിരപ്പുഴയെ മലിനമാക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തി. கடையில் டேட் முடிஞ்சு, அதாவது அதில் டேட் போட்டிருக்க வந்து February 2018, ஒரு வருஷம் கடையில் பாதுகாத்து வச்சு இப்போ ஆற்றுல கொண்டு தட்டுறாங்க. அதை ஒரு வேஸ்ட் பாக்ஸ்லையோ அந்த மாதிரி போட்டாச்சுன்னா பிரச்சனை. இது வந்து சப்போஸ் இது ஒரு வருஷம் பழக்கமுள்ளது கடையில் வச்சிருந்து யாராவது பொருள் விற்றாங்கன்னு தெரியாது, கொண்டு போன வாரத்தில் ஆற்றுல கொண்டு തട്ടി പോയിരിക്കാங்க. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാലിന്യ നിക്ഷേപം സജീവമായതോടെ പ്രദേശങ്ങളിൽ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൂന്നാറിന്റെ വിവിധ മേഖലകളിൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നു. ന്യൂസ് 18 മൂന്നാർ. ഇരിഞ്ഞാലക്കുട താഴേക്കാട് ചക്കംകുളം മാലിന്യം നിറഞ്ഞ് ശോചനീയാവസ്ഥയിലായി. വേനൽ കടുത്തതോടെ കുളത്തിലെ വെള്ളവും കുറഞ്ഞു. ഇതോടെ സമീപത്തെ കിണറുകളും വറ്റിത്തുടങ്ങി. 50 സെന്റ് സ്ഥലം വിസ്തൃതിയുള്ള താഴേക്കാട് മേഖലയിലെ പ്രധാന ജലസ്രോതസ്സായ ചക്കംകുളം കുളത്തിന്റെ കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു തകർന്ന നിലയിലാണ്. കൂടാതെ പായലും മാലിന്യങ്ങളും നിറഞ്ഞ് കുളം വൃത്തിഹീനമായ അവസ്ഥയിലുമാണ്. വേനൽ കടുത്തതോടെ വെള്ളവും കുറഞ്ഞു. 16 വാർഡിനും 22 വാർഡിനും ഒരു വലിയ കുടിവെള്ള സ്രോതസ്സായിട്ടിരിക്കുന്ന ഈ കുളം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ചുറ്റുവാരം കെട്ടിരിക്കുന്ന കല്ലും കുളം ഒന്ന് മൂടി കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള കിണറുകളിലും മറ്റും വെള്ളത്തിന് വലിയൊരു ആശ്രയമായിരുന്ന ഈ കുളം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പഞ്ചായത്തിനും അധികാരികൾക്കും വാർഡ് മെമ്പർക്കും പലവട്ടം പരാതികൾ നൽകിയിരുന്നെങ്കിലും ഇതുവരെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. തുമ്പൂർമുഴി വലതുകര കനാലിൽ നിന്നുള്ള വെള്ളം എത്തിയിരുന്നതാണ് കാലാകാലങ്ങളായി കുളത്തെ ജലസമൃദ്ധമാക്കിയിരുന്നത്. വെള്ളം കുറഞ്ഞത് സമീപത്തെ കൃഷിയെ ബാധിച്ചിട്ടുമുണ്ട്. കുളത്തിന്റെ വശങ്ങൾ കെട്ടി സംരക്ഷിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഗുരുവായൂർ. 60 വയസ്സ് കഴിഞ്ഞ 120 സ്ത്രീകളെ കടലു കാണിച്ച് മലപ്പുറം കീഴുപറമ്പ് കനിവ് കൂട്ടായ്മയുടെ വയോജന സ്നേഹയാത്ര. പ്ലാനറ്റോറിയവും മോളുകളും ജങ്കാറുമെല്ലാം കണ്ട സന്തോഷത്തിലായിരുന്നു അമ്മമാർ. കീഴുപറമ്പ് കനിവ് ചാരിറ്റബിൾ കൂട്ടായ്മയാണ് അമ്മമാർക്കായി സൗജന്യ വിനോദയാത്ര സംഘടിപ്പിച്ചത്. വയോജന സ്നേഹജയാത്ര എന്ന പേരിൽ സംഘടിപ്പിച്ച യാത്രയിൽ കുനിയിൽ പ്രദേശത്തെ 120 സ്ത്രീകളാണ് പങ്കെടുത്തത്. കടലും ബോട്ടും പ്ലാനറ്റോറിയവും കോഴിക്കോട്ടെ വലിയ മാളുകളുമെല്ലാം അമ്മമാർ കണ്ടു. ആദ്യമായി കടൽ കാണുന്നവരടക്കം ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇതിൽ കൂടി, വയസ്സായവരും വയസ്സില്ലാത്തവരും എല്ലാവരും കൂടി ഇതിൽ വളരെ സന്തോഷിച്ച് ആഘോഷിച്ച് പാട്ടും പാടി ഉല്ലസിച്ച് ഇതിൽ കയറിക്കൂടി. ജങ്കാറിൽ കയറിയത് വളരെ വലിയൊരു അനുഭവമായിരുന്നു. കനിവ് കൂട്ടായ്മ പുരുഷന്മാർക്കും വിനോദയാത്ര ഒരുക്കിയിരുന്നു. ഈ രക്ഷിതാക്കൾ മുഴുവനും ഈ യാത്രയിൽ ഉടനീളം, അതായത് ഓരോ പ്രദേശങ്ങൾ കാണുമ്പോഴും ഞങ്ങൾ ഇത് ഫസ്റ്റ് കാണുകയാണ്, ഞങ്ങൾക്കൊരു വലിയ അനുഭവമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഞങ്ങൾക്ക് ഇതിന് ലഭിച്ചിരിക്കുന്നത്. കനിവ് കൂട്ടായ്മ സുമനസുകളിൽ നിന്ന് ശേഖരിച്ച പണം ഉപയോഗിച്ചാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. ന്യൂസ് 18 കീഴുപറമ്പ്. സ്കൂൾ ഫീസ് അടക്കാത്തതിന്റെ പേരിൽ കാഴ്ച വൈകല്യമുള്ള കുട്ടിയടക്കം 2 കുട്ടികളെ 2.5 മണിക്കൂറോളം കനത്ത ചൂടിൽ പുറത്തു നിർത്തിയതായി പരാതി. ആലുവ സെറ്റിൽമെന്റ് ഹൈസ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥികളായ 2 കുട്ടികളെയാണ് മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം പരീക്ഷാ ഹാളിന് പുറത്തു നിർത്തിയത്. വെയിലേറ്റ് തളർന്ന കുട്ടികളെ ആലുവ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 7 വയസ്സുകാരായ 2 കുരുന്നുകളോടാണ് സ്കൂൾ ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ മാനേജ്മെന്റിന്റെ ക്രൂരത. മാർച്ച് മാസത്തെ ഫീസ് അടച്ചിട്ടില്ലെന്ന കാരണത്താൽ പരീക്ഷ എഴുതാനെത്തിയ 2ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകൻ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കി. കനത്ത ചൂടിൽ 2.5 മണിക്കൂറോളം പരീക്ഷാ ഹാളിന് വെളിയിൽ നിന്ന കുട്ടികൾ തളർന്ന് അവശരായി. കുട്ടികൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് പരീക്ഷ എഴുതിക്കാതിരുന്ന സംഭവം മാതാപിതാക്കൾ അറിഞ്ഞത്. ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് എന്നെ ക്ലാസ്സിന്റെ പുറത്തിരുത്തി. ഞങ്ങള് രാവിലെ തൊട്ട് സ്കൂളിൽ വിടണ വരെ നിന്ന്. 1 മാസത്തെ ഫീസാണ് അവൻ അടയ്ക്കാനുണ്ടായിരുന്നത്. ലാസ്റ്റ് പരീക്ഷ ആണ്. അപ്പം അന്ന് അടയ്ക്കാമെന്ന് ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ മോൻ പറഞ്ഞിട്ടും മാഡം സമ്മതിച്ചില്ല, പുറത്ത് നിർത്തി, ക്ലാസ്സിൻ്റെ പുറത്ത് നിർത്തി. അത് കഴിഞ്ഞ് 12:30 എക്സാം കഴിയുമ്പോൾ എല്ലാ കുട്ടികളെയും പോലെ അവനെ സ്കൂൾ വണ്ടിയിൽ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം ഞങ്ങൾ ഫീസ് അടയ്ക്കാമെന്ന് പറഞ്ഞിരുന്നാന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ, ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു പേടിയില്ല. ഞങ്ങൾ വളരെ മോശമായിട്ടാണ്, ഞങ്ങൾ ചെന്ന് സംസാരിച്ചപ്പോൾ വളരെ മോശമായിട്ടാണ് ആ സ്റ്റാഫ് മാനേജർ ഞങ്ങളോട് സംസാരിച്ചത്. ഇതിലൊരു വിദ്യാർത്ഥിക്ക് ജന്മനാ കാഴ്ച വൈകല്യമുണ്ട്. വീട്ടിലെത്തിയ ശേഷവും ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന്
കുട്ടികളിൽ ഒരാളെ ആലുവ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്കൂൾ കവാടം ഉപരോധിച്ചു. DEO സ്കൂളിലെത്തി അന്വേഷണം നടത്തി സ്കൂൾ മാനേജർക്കും കുറ്റക്കാരായ അധ്യാപകർക്കുമെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഈ അധ്യാപകരെ മാറ്റി നിർത്തിയും HM-നെതിരെയും അധ്യാപികക്കെതിരെയും നടപടി ഉണ്ടാകാൻ നമ്മൾ ശുപാർശ ചെയ്യും. പിന്നെ ഈ കുട്ടിക്ക് വന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ മാനേജ്മെന്റ് വെച്ചു കൊടുക്കണം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത് പോലീസും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊച്ചി. കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും തൊടുപുഴ KSRTCയുടെ പുതിയ ഡിപ്പോ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ ഡിപ്പോ തുറന്നുകൊടുത്തതോടെയാണ് പ്രതിഷേധം ശക്തമായത്. തൊടുപുഴ ഡിപ്പോ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷമാണ് മൂവാറ്റുപുഴ ഡിപ്പോയുടെ നിർമ്മാണം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ ഡിപ്പോ തുറന്നുകൊടുക്കുകയൂടി ചെയ്തതോടെ തൊടുപുഴ ഡിപ്പോയെ അവഗണിക്കുകയാണെന്ന ആരോപണം ശക്തമായി. UDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ ബൃഹത്തായ പദ്ധതി ജനസമക്ഷം ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ട് ആ ജനങ്ങൾക്ക് ഗുണയുക്തമായിട്ടുള്ള ഈ ഒരു പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായിട്ട് ഇടതുപക്ഷ സഹയാത്രികർ അധികാരികൾ ഈ പ്രൊജക്ടിനെ അട്ടിമറിച്ചിരിക്കുകയാണ്. നിർമ്മാണം പൂർത്തീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും സ്വകാര്യ വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. ഓഫീസ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചാൽ ഡിപ്പോ ഇവിടേക്ക് മാറ്റാമെന്ന് അധികൃതർ പറഞ്ഞതിനെ തുടർന്ന് 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചിരുന്നു. എന്നാൽ ഡീസൽ പമ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചത് മാത്രമാണ് ആകെയുണ്ടായത്. 14 കോടി രൂപ മുടക്കിയിട്ടും പണി പൂർത്തിയാകാതെ കിടക്കുന്ന ഡിപ്പോ സന്ദർശിക്കണമെന്ന് ജീവനക്കാരും രാഷ്ട്രീയ നേതാക്കളും ആവശ്യപ്പെട്ടിട്ടും ഗതാഗത മന്ത്രി ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ഓഫീസിനുള്ള സൗകര്യമൊരുക്കിയാൽ ഡിപ്പോ ഇവിടേക്ക് മാറ്റാൻ സാധിക്കും. എന്നാൽ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. ന്യൂസ് 18 തൊടുപുഴ. കോഴിക്കോട് വടകര കുഞ്ഞുപള്ളിയിൽ റെയിൽവേ ലൈനിൽ അടിപ്പാത ആവശ്യം ശക്തമാകുന്നു. ദിവസേന 100 കണക്കിന് യാത്രക്കാരാണ് റെയിൽവേ പാത കടന്ന് യാത്ര ചെയ്യുന്നത്. മോന്താൽ, ചൊക്ലി, കൂത്തുപറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള യാത്രക്കാർക്കാണ് പാളം മുറിച്ചു കടന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നത്. രോഗികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ദിനംപ്രതി റെയിൽ കടന്നുപോകുന്നത്. പാത കടക്കുന്നതിന് മുൻപ് വലിയ വളവാണുള്ളത്. അതിനാൽ ട്രെയിൻ വരുന്നത് കൃത്യമായി കാണാനാകില്ല. പാളം മുറിച്ചു കടക്കാതെ യാത്ര ചെയ്യാൻ കുറേ ദൂരം നടക്കേണ്ടി വരുമെന്നതിനാൽ എല്ലാവരുടെയും യാത്ര ഇതുവഴി തന്നെയാണ്. മാത്രമല്ല റെയിൽവേ സ്ഥാപിച്ച പടവുകൾ പലർക്കും ഉപയോഗിക്കാൻ പ്രയാസവുമാണ്. പ്രായമുള്ളവർക്കും രോഗികൾക്കും പ്രത്യേകിച്ച് ആസ്പത്രിയുള്ള സ്ഥലമായതുകൊണ്ട് ധാരാളം രോഗികൾ വരേണ്ട സ്ഥിതിയാണല്ലോ. അപ്പോൾ അവിടേക്ക് വരുവാൻ ഇവിടെ റെയിൽവേ ഉണ്ടാക്കിയ ആ സ്റ്റെപ്പും പ്രയോജനം അല്ല എന്നുള്ള ആരും അത് ഉപയോഗിക്കുന്നില്ല. ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ല. കാരണം ഈ സ്റ്റെപ്പ് കയറി അപ്പുറം ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ജനങ്ങൾ ഇപ്പോൾ തൽക്കാലം ഉണ്ടാക്കിയിട്ടുള്ള ഈ ജനനിർമ്മിതമായ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ്. അത് അപകടമാണെന്നുള്ളത് അറിയാം. എങ്കിലും അപകടം ഉണ്ടാവാതിരിക്കാൻ നമുക്കിപ്പോൾ അടിയന്തരമായും ഒരു അടിപ്പാത അത്യാവശ്യമാണ്. പതിറ്റാണ്ടുകളോളം ആവശ്യമുന്നയിച്ചാണ് കുഞ്ഞിപ്പള്ളിയിൽ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയത്. അടിപ്പാത നിർമ്മാണം ആവശ്യപ്പെട്ട് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് റെയിൽവേക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഇതിനകം നിവേദനങ്ങളും നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 വടകര. ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി പണം തട്ടുന്ന സംഘത്തിലെ ഒരാളെ ആലക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. മട്ടന്നൂർ 19 മൈൽ സ്വദേശി KK മൻസൂറാണ് അറസ്റ്റിലായത്. കൂട്ടുപ്രതി ബാദുഷിയെ പിടികൂടുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ്. കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്ത് പണം തട്ടുന്ന സംഘത്തിൽപ്പെട്ടയാളാണ് അറസ്റ്റിലായത്. 1-2 നമ്പറിന്റെ വ്യത്യാസത്തിൽ മാത്രം സമ്മാനം ലഭിക്കാതെ പോകുന്ന ടിക്കറ്റുകളിലാണ് സംഘം കൃത്രിമം കാണിക്കുന്നത്. ഇവർ മുൻകൂട്ടി ഓരോ ദിവസത്തെയും സമ്മാനം അടിച്ച ടിക്കറ്റുകൾ അത് വലിയ എമൗണ്ട് അല്ല. ഏറ്റവും താഴേക്കുള്ള 5000 അല്ലെങ്കിൽ 10000 എന്ന് പറയുന്ന രീതിയിലുള്ള കുറഞ്ഞ സമ്മാന തുകയുള്ള ടിക്കറ്റുകളുടെ മുൻകൂട്ടി ഏത് നമ്പറിലാണ് അടിച്ചതെന്ന് ഇവർ കണ്ടുപിടിക്കും. തട്ടിപ്പിനിരയായവർ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് വിവരം ലഭിച്ചത്. സാധാരണക്കാരായ പ്രായമായ ഏജന്റുമാരെയാണ് ഇവർ തട്ടിപ്പിനിരയാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസം ആലക്കോട് മേഖലയിൽ 2 ഏജന്റുമാരാണ് തട്ടിപ്പിനിരയായത്. ശനിയാഴ്ച ഒരാൾ വന്നു. ആ ആളുകാർ പറഞ്ഞാൽ എൻ്റെ അടുത്ത് 10 ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈസാണ് ഞാൻ സ്കാൻ ചെയ്താണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ നോക്കുമ്പോൾ ഫാക്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ നമ്പറുണ്ട്. യഥാർത്ഥ നമ്പർ 5902 ഫാക്സ് പ്രൈസ് നമ്പർ 5002. ഇത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ 5902. അങ്ങനെ പറ്റിക്കുക ചെയ്ത്. ഒട്ടേറെ ചെറുകിട ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്നായി 1000 രൂപ മുതൽ 10000 രൂപ വരെയുള്ള സമാന തുകകളുടെ തട്ടിപ്പ് സംഘം നടത്തിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. സമാന രീതിയിൽ പയ്യന്നൂർ കേന്ദ്രീകരിച്ചും സംഘം തട്ടിപ്പ് നടത്തിയിരുന്നു. ന്യൂസ് 18 ആലക്കോട്.
ദിനംപ്രതി സൂര്യാതപമേൽക്കുന്നവരുടെ എണ്ണം കൂടുമ്പോഴും തൊഴിൽ സമയ നിയന്ത്രണം കടലാസിൽ മാത്രം. 11 മുതൽ 3 മണിവരെ പുറം ജോലികൾ ചെയ്യരുതെന്ന് ഉത്തരവിറക്കിയതല്ലാതെ പാലിക്കപ്പെടുന്നു എന്ന പരിശോധനകൾ കാര്യക്ഷമമല്ല. കൊടും ചൂടിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നത് കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെ പുറം ജോലി നിരോധനം ഏർപ്പെടുത്തിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും സ്ഥിതിക്ക് കാര്യമായ മാറ്റമില്ല. ചുട്ടുപൊള്ളുന്ന വെയിലിലും പൊതുമരാമത്ത് ജോലികൾ പോലും കരാറുകാർ നിർത്തിവെക്കുന്നില്ല. ചൂഷണം ചെയ്യപ്പെടുന്നതിൽ കൂടുതൽ പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. തൊഴിൽ വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. പരിശോധനയും നടത്തുന്നുണ്ടെന്നാണ് വിശദീകരണം. കരാറുകാർക്ക് നോട്ടീസ് നൽകുന്നുണ്ടെങ്കിലും ജോലികൾ നിർത്താൻ തയ്യാറാകുന്നില്ലെന്നാണ് വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. കൊണ്ടോട്ടി നഗരസഭയ്ക്ക് കീഴിലെ ബഡ് സ്കൂളിന് എയർപോർട്ട് അതോറിറ്റി പഠനോപകരണങ്ങൾ കൈമാറി. കോഴിക്കോട് വിമാനത്താവളം സാമൂഹിക പ്രതിബദ്ധതാ ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ പഠനോപകരണങ്ങളാണ് സ്കൂളിന് കൈമാറിയത്. ചടങ്ങ് എയർപോർട്ട് അതോറിറ്റി റീജിയണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. എയർപോർട്ട് ഡയറക്ടർ കെ ശ്രീനിവാസറാവു അധ്യക്ഷത വഹിച്ചു. തുടർന്ന് മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികളുടെ വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റനോട്ടത്തിൽ അമീന ചേരും.